നമസ്കാരം. നമ്മൾ മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1 1 1 2 ബൈജക്റ്റീവ് ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് നമ്മൾ പുതിയ ഒരു ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ എഴുതിയോ, സബ്ഹെഡിങ് എഴുതിയോളൂ. സബ്ഹെഡിങ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്. Composition of functions and invertible functions. 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 ആദ്യം കോമ്പോസിഷൻ ഫംഗ്ഷനെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. നോക്കിക്കോളൂ, ആദ്യം കോമ്പോസിഷൻ ഫംഗ്ഷൻ പറയാം. ഞാനൊരു ഫംഗ്ഷൻ ആദ്യം ഡിഫൈൻ ചെയ്യുന്നു. ആ ഫംഗ്ഷൻ എഫ് ആണ്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ ബിയിലോട്ടാണ്. ഇനി ഞാൻ മറ്റൊരു ഫംഗ്ഷൻ എടുക്കുന്നു, ജി, അത് ബി നിന്ന് സിയിലോട്ട്. അങ്ങനെയാണെങ്കിൽ നോക്കുക, കണ്ടല്ലോ. ആദ്യ ഫംഗ്ഷൻ, ആദ്യത്തെ എ, രണ്ടാമത് ബി. എയിൽ നിന്ന് ബിയിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു എഫ്. ബി നിന്ന് ജിയിലോട്ട് ഫംഗ്ഷൻ ബി നിന്ന് സിയിലോട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, അത് ജി. അപ്പം എയിലുള്ളതെല്ലാം എക്സ് എലമെന്റുകളാണ്. അപ്പം എക്സ്, അപ്പം എ എക്സ്. എയിൽ ബിയിലോട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ വൈ എലമെന്റ് ആണ്. അപ്പം എക്സിന് കറസ്പോണ്ടിങ് വൈ എലമെന്റ് എഫ് ഓഫ് എക്സ്, ഒരു സംശയം വേണ്ട. ഇനി എഫ് ഓഫ് എക്സിനെ നമ്മൾ ഈ ഫംഗ്ഷൻ എഫ് ആയപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് വന്നപ്പോൾ എഫ് ഓഫ് എക്സ് ഉണ്ട്. ഇനി ബിയിൽ നിന്ന് സിയിലോട്ട് വരുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ ജി ആണ്. അങ്ങനെ ജി ഓഫ് എഫ് എക്സ്. ശരിയല്ല? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു എയിൽ നിന്ന് ബിയിലോട്ട് എഫ്, ബിയിൽ നിന്ന് സിയിലോട്ട് എഫ്. അങ്ങനെ എയിൽ നിന്ന് സിയിലോട്ട് ഒരു ഫംഗ്ഷൻ. ആ ഏത് സിയിലോട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ദ കോമ്പോസിഷൻ എഫ് ആൻഡ് ജി എന്നാണ്. ദ കോമ്പോസിഷൻ എഫ് ആൻഡ് ജി എന്നുള്ളത് എഫ് നിന്ന് ജിയിലോട്ടാണ് കോമ്പോസിഷൻ. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജി കോമ്പോസിഷൻ എഫ്. നമ്മൾ പറയുന്നത് തിരിച്ചാണ്. ദ കോമ്പോസിഷൻ എഫ് ആൻഡ് ജി എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജി സീറോ എഫ്. സീറോ നല്ല കോഡ് ചെയ്യുന്നത് ഞാൻ പറയുന്നേ ഉള്ളൂ. ജി കോമ്പോസിഷൻ എഫ്. ജി കോമ്പോസിഷൻ എഫ് തിരിച്ചിട്ടുണ്ട്. ജി കോമ്പോസിഷൻ എഫ്. പടം വരച്ചോളൂ, പടം വരച്ചോളൂ, പടം വരച്ചോളൂ. നമുക്ക് എഫ് എ ബിയിലോട്ട്, ജി ബി സിയിലോട്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എഫ് എന്ന് ജിയിലോട്ടുള്ള കോമ്പോസിഷൻ എഫ് ആൻഡ് ജി എന്ന് പറയാം ജി കോമ്പോസിഷൻ എഫ് എന്നാണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എ നിന്ന് സിയിലോട്ട്, എ ടു സി. കുറിച്ചു എ ടു സി, എ ടു സി. എഴുതുന്നത് ഇത്രയേ ഉള്ളൂ. You will let f such that a to b and g such that b to c. പടങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നു. Then g compose f such that a to c defined by, എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ defined by g composition f of x is equal to g of fx. For all x belongs to capital X എന്ന് പറയുന്നത് A ഉള്ളതാണ്. കുറിച്ചിട്ടു ഡിഫൈൻ ചെയ്തു. ഡിഫൈൻ ഓക്കേ. ഒന്നുകൂടെ പറയാം. A ന് B യിലേക്കുള്ള ഒരു ഫംഗ്ഷൻ f, B ന് C യിലേക്കുള്ള ഫംഗ്ഷൻ ആണ് g. അങ്ങനെ A ന് C യിലേക്കുള്ള ഫംഗ്ഷൻ ആണ് g കോമ്പോസിഷൻ f. G composition f of A is 0. അത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? G composition അതായത് G0 f of x. G composition f of x സമം G of f of x. X belongs to capital X എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇൻവെർട്ടബിളിനെ കുറിച്ച് പിന്നീട് പറയാം. പിന്നെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കേ, പ്രോബ്ലംസ്. അത് പ്രോബ്ലം കുറിച്ചുള്ളൂ. അത് പ്രോബ്ലം ഫസ്റ്റ് പ്രോബ്ലം കുറിച്ചുള്ളൂ. First problem, find വളരെ important ആണ്. Find G composition f.
composition F എന്ന് പറയുമ്പോൾ G0 F എന്ന് എഴുതുകയാണ്. G composition F. Find G composition F and F composition G. F composition G F composition G നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? F0G 0 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതിനെ നമ്മൾ റീഡ് ചെയ്യേണ്ടത് F composition G എന്നും രണ്ടാമത് G composition F എന്നും. ഓക്കേ ഫൈൻഡ് G composition F and find G composition F and F composition G, if ഒന്നാമത്തെ കേസിൽ രണ്ട് കേസ് ഉണ്ട്. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിൽ ചോദിച്ചതാണ്. ഒന്നാമത്തെ കേസ് f of x mod x, f of x mod x, g of x f of x mod x, g of x modulus of 5 minus x, modulus of 5 minus x, 5 minus x അല്ല modulus of 5x minus 2 ആണ്. modulus of 5x minus 2. ഒന്നാമത്തെ പ്രോബ്ലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രോബ്ലം. Find G composition F and F composition G. F of x equal to mod x, G of x equal to modulus of 5x minus 2. അപ്പോൾ ഒന്നാമത്തെ കേസ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. G composition F എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. G composition of F of x, that means G of fx. മനസ്സിലായില്ലേ? G of fx. ഓർത്തു വെച്ചോണം. G composition F means G composition of f of x, that is equal to G of fx, that is G of fx. Sum of G of fx നമുക്കറിയാം. fx means mod x, fx means mod x എന്നാണ്. ഇനി G of mod x, ഇവിടെ G ക്ക് അകത്ത് എന്ത് വരുന്നു ആ സാധനമാണ് ഇതിനകത്തുള്ളത്. ഇവിടെ തീറ്റ വന്നാൽ modulus of 5 theta minus 2, ഇവിടെ 10 എന്ന് വന്നാൽ modulus of 5 into 10 minus 2, ഇവിടെ ചക്ക എന്ന് പറഞ്ഞാൽ G of ചക്ക modulus of 5 ചക്ക minus 2. അങ്ങനെയാണെങ്കിൽ അവിടെ mod x ആണ്. നമുക്ക് എഴുതാം modulus of 5 mod x minus 2. മനസ്സിലായോ? സിമ്പിൾ. എക്സാമ്പിൾ ചോദിച്ചോ. ഇനി രണ്ടാം പാർട്ട് ശ്രദ്ധിച്ചിരിക്കണം. രണ്ടാം പാർട്ട് F composition G ആണ് പറയുന്നത്. F composition G means G composition F, G composition F of x, that is equal to G of fx എന്നാണ്. F composition G ഇതുപോലെ തന്നെ എഴുതും. F composition G means F composition G of x means F of gx. ശരിയല്ലേ? F of gx എന്ന് പറഞ്ഞാൽ modulus of 5x minus 2 ആണ്. gx. ഇനി f നകത്ത് എന്ത് വരുന്ന അതാണ് ഈ മോഡിനകത്ത്. അപ്പോൾ ഇവിടെ x ന് വരെ വന്നിട്ട് ഇത്ര സാധനം. അപ്പോൾ ഇതെടുത്ത് ഈ മോഡിനകത്ത് കൊടുക്കും. That means modulus of 5x minus 2. രണ്ട് മോഡലും ഒരു modulus of 5x minus 2. രണ്ട് മോഡ് വന്നാൽ ഒരു മോഡും കളയും കേട്ടോ. ഓക്കെ. രണ്ടാമത്തെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ചോദിച്ച പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാൽ കാണാൻ കഴിയും. 2 സ്കോർ അല്ലെങ്കിൽ 3 സ്കോറിൽ ചോദിച്ച പ്രോബ്ലം. അടുത്ത പ്രോബ്ലം ഇത് തന്നെ. രണ്ടാമത്തെ പ്രോബ്ലം fx സമം 8x ക്യൂബ്. fx സമം 8x ക്യൂബ്. g of x സമം x raised to 1/2. x raised to 1/2. ആദ്യം നമുക്ക് G0F കണ്ടുപിടിക്കാം. G0F means composition of the composition F and G എന്ന് പറഞ്ഞാൽ G composition F. F and G എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുന്നത് G0F. ഇനി G and F എന്നുള്ളത് F0G. അപ്പോൾ G0F, that means the composition of F and G അല്ലെങ്കിൽ G composition F is equal to
G composition of f of x. That is equal to G of fx. ശരിയല്ലേ? G of what is fx? 8x cube. fx 8x cube. ഇനി G of G ക്ക് അകത്ത് x വന്നാൽ അതിനെ 1 കൊണ്ട് വരും. നമുക്ക് പറയാം ഇതാണ് x ന് വന്നിരിക്കുന്നത്. ഇതിനെ 1 കൊണ്ട് വരും. ഏടാ? നമുക്ക് പറയാം 8x cube raised to 1/3. 1/3 raised to 1/3 നെ ക്യൂബ് ഇടുക. വേണമെങ്കിൽ നമുക്ക് 8 നമുക്ക് എഴുതാം 2 ക്യൂബ് x cube 1/3. ശരി? 8 നെ 2 ക്യൂബ് x cube raised to 1/3. നമുക്കറിയാം ab the whole raised to 3 എന്ന് പറഞ്ഞാൽ a cube b cube. ഇനി നമുക്കറിയാം x raised to m into x raised to m the whole raised to m. x raised to m. അങ്ങനെയാണെങ്കിൽ 2 ക്യൂബ് raised to 1/3 x cube raised to 1/3. ശരിയല്ലേ? 3 and 3 cancel out 2 x answer 2x. എക്സാമിന് ചോദിച്ചാണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലമാണ് എക്സാമിന് ചോദിച്ചത്. Okay. രണ്ടാമത്തെ കേസ് G composition F കൊണ്ട് വിളിച്ചു. അടുത്ത F composition G. F composition G means F composition G of x. That means F of gx. That means f of gx. Gx means x raised to 1/3. ഇനി f നകത്ത് x raised to 1/3 ആണ്. f നകത്ത് എന്ത് വരുന്നു? അത് 8 ന്റെ കൂടെ. ഇവിടെ x വന്നപ്പോൾ 8 പിന്നെ ഇതിന്റെ ക്യൂബ് ആണ്. പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. f of x 8x ക്യൂബ് ആണ്. അപ്പോൾ f of y എന്ന് പറഞ്ഞാൽ 8y ക്യൂബ്. f of k എന്ന് പറഞ്ഞാൽ 8k ക്യൂബ്. അപ്പോൾ ഇവിടെ x ന് പകരമാണ് ഇത്ര. അപ്പോൾ ഇതിന്റെ ക്യൂബ് ഉത്തരം 8. ഇതിന്റെ ക്യൂബ് x raised to 1/3 raised to 3. 3 3 ക്യാൻസൽ ആയിട്ട് 8x. രണ്ടാമത്തെ അടുത്ത പ്രോബ്ലം കുറച്ചുകൂടെ അടുത്ത പ്രോബ്ലം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പ്രോബ്ലം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് G0F. G0F ഞാൻ നിങ്ങൾ എഴുതാൻ വേണ്ടി എളുപ്പത്തിന് പറയുന്നതാണ്. അത് വായിക്കുന്നത് G composition F. ഫൈൻഡ് G0F and F0G, F such that കുറച്ച് കുത്തു കൊടുത്താൽ മതി. F such that capital real number mapping and G such that adu real number not real number. G such that real number to real number are given by fx is equal to cos x. Fx is equal to cos x. F of x is equal to cos x. F of x is equal to cos x. G of x is equal to 3x square. Show that G composition F not equal to F composition G. Show that G composition F not equal to F composition G. വളരെ സിമ്പിൾ ആണ്.
ചെയ്തോളൂ. നേരത്തെ ചെയ്ത അതേ സ്റ്റൈലിൽ തന്നെ ആദ്യം ജി കോമ്പോസിഷൻ എഫ് എന്ന് വിളിക്കാം. ജി കോമ്പോസിഷൻ എഫ് മീൻസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ദാറ്റ് മീൻസ് ജി ഓഫ് എഫ് എക്സ്. G of fx means G of fx means cos x. ഇനി ഇതാ g കേരളത്തിൽ എന്ത് വരുന്നു അതിന്റെ സ്ക്വയർ പിന്നെ 3 കൊണ്ട് ഗുണിക്കണം. x വന്നപ്പോൾ 3x ആണ്. അപ്പോൾ ഇവിടെ cos x ആണ്. അപ്പോൾ ആൻസർ 3 ഇതിന്റെ സ്ക്വയർ cos x ന്റെ സ്ക്വയർ cos x. ഇത് കാണുന്നു. രണ്ടാമത്തെ കേസ് f composition g സമം f composition g of x. That means f of gx. That means f of g of x means 3x square. g of x means 3x square. ശരിയല്ലേ? ഇനി f of ഇതാണ്. f of എന്ത് വരുന്നു അത് cos ന്റെ കൂടെ വരും. അപ്പോൾ ഇവിടെ ഇത് cos ന്റെ കൂടെ വരും. That means cos of 3x square. ആണ് നമ്പർ 2. എന്നിട്ട് നോക്കിയാൽ ഇവിടെ 3 cos square x ഇവിടെ cos of 3x square ആണ്. രണ്ട് ഡിഫറെന്റ് ആണ്. അപ്പോൾ പറയാം from 1 and 2 we have G composition F not equal to F composition G. No example. Public examination ചോദിച്ചിട്ടുള്ള ഏറ്റവും ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത് ഏരിയ എന്നാണ്. ഒന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാത്തരം ആൾക്കാർക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഏരിയ ആണ്. സിമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ let f is such that set 1, 2, 3 so 1 is 2, 3, 4, 5 is 2, 3, 4, 5 2 ഇത് a 2 3, 4, 5, 9 3, 4, 5, 9 in G such that 3, 4, 5, 9 3, 4, 5, 9 tends to set 7, 11, 50 7, 11, 50 7, 11, 50 B function defined as f of 2 is equal to B function defined as f of 2 is equal to 3 f of 2 is equal to 3 f of 3 is equal to 4 f of 3 is equal to 4 f of 4 is equal to f of 5 f of 4 is equal to f of 5 is equal to 5 f of 4 is equal to f of 5 is equal to 5 and g of 3 is equal to g of 3 is equal to g of 4 g of 3 is equal to g of 4 is equal to g of 3 is equal to g of 4 is equal to g of 3 is equal to g of 4 is equal to 7 and g of 5 equal to g of 9 equal to 11. ഇത് 1 ഒന്നുമല്ല, 1 നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും 3ക്കും 4നും ഒരേ ഇമേജ് വന്നില്ലേ, ഫംഗ്ഷൻ വന്നു 3ക്കും 4നും ജിയുടെ ഫംഗ്ഷൻ വരണം 3ക്കും 4. ഇതെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഇത്
ഇത് 2 3 4 എന്ന് പറയുന്നത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, തേർഡ്. ഇതിൽ 2 3 4 5, സെക്കൻഡിൽ 3 4 5 9, അടുത്തത് 7 11 15. ഇങ്ങനെയാണ് കണ്ട. f(2) എന്ന് പറയുന്നത് 3 ആണ്. അടുത്ത f(3) എന്ന് പറയുന്നത് 4 ആണ്. f(4) ഉം f(5) എന്ന് പറയുന്നത് 5 ആണ്. ഈ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഇതൊരു ഫംഗ്ഷനാണ്, ഇതൊരു ഫംഗ്ഷനാണ്. സമയത്ത് ഇത് മാത്രം നോക്കുമ്പോൾ ഇത് 1 1 അല്ല 1 2 അല്ല, അത് പറയണം. 1 1 1 2 നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? g(3) നമ്മൾ ജസ്റ്റ് ഞാൻ വരച്ചതേ ഉള്ളൂ. g(3) എന്ന് പറഞ്ഞാൽ അവിടെ 3 കൊടുക്കും. 3ക്ക് 7, 4നും 7, 5നും 9നും 11 കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതാണ് ഫംഗ്ഷൻ. g കോമ്പോസിഷൻ എഫും അതുപോലെ f കോമ്പോസിഷൻ g ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, ശരി ശരി. അങ്ങനെയാണെങ്കിൽ a ന്ന് ഇതിലേക്കുള്ളതാണ് പറയുന്നത് അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം, വളരെ സിമ്പിൾ ആണ്. എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ എഴുതാവുന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചിരിക്കുക, പടം വരച്ചിന് കൺഫ്യൂഷൻ നോക്കണ്ട, നമുക്ക് മനസ്സിലായി. ആദ്യം നമുക്ക് g0f എന്ന് പറയുമ്പോൾ g0f of x എന്ന് പറഞ്ഞാൽ g of fx, g of fx. x എന്നുള്ളത് ഈ വാല്യൂ x വാല്യൂ, ഇത് മാത്രം കൊടുത്താൽ ഇതാണ് x വാല്യൂ 2 3 4 5. നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ കേസ് g of f(2) അല്ലേ? ആദ്യം x ഇട്ട് കൊടുക്കും. g of f(2) എന്ന് പറയുമ്പോൾ g of f(2) means 3. g of 3. What is g of 3? 7. അടുത്ത g of f(3). g of f(3). What is f(3)? 4. What is g of 4? g of 4 അത് 7. അടുത്ത g of what ഈ വാല്യൂസ് ആണ്, x വാല്യൂസ് ആണ്. 2 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുത്തു. അടുത്ത നമുക്ക് 4 കൊടുക്കും. g of f(4). what is f(4)? f(4) 5. What is g of 5? 11. അടുത്ത g of f(5). ശരിയല്ലേ? what is f(5)? f(5) means 5. what is g of 5? 4 കഴിഞ്ഞു 5 9 ഇല്ല 5 4 കഴിഞ്ഞപ്പോൾ എന്താണ് g of f(4) എന്നുള്ളത് g of f(4) എന്ന g of 5 ആണ്. g of f(4) എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. അപ്പോൾ g of 5 എത്രയാണ്? 11. അടുത്ത g of f(5) എന്ന് പറയുമ്പോൾ x ന് 5 കൊടുത്തു. അപ്പോൾ f(5) എന്ന് പറയുന്നത് 5 തന്നെ. അപ്പോൾ നമുക്ക് 5 g of 5 ഇതാണ് g0. ഇനി തിരിച്ച് കണ്ടുപിടിക്കണം. f കോമ്പോസിഷൻ g കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ശരി, രീതി മനസ്സിലായാലും വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇതാണ് g0f. g0f means g കോമ്പോസിഷൻ f. g കോമ്പോസിഷൻ f എങ്ങനെ പറയാം? g കോമ്പോസിഷൻ f of x. g കോമ്പോസിഷൻ f of x എങ്ങനെ പറയാം? g of f of x. ആദ്യം ഈ x എന്ന് പറയുന്നതല്ല ആദ്യ സെറ്റിലുള്ളതാണ്. അപ്പോൾ x ന് ആദ്യം 2 കൊടുത്തു, അപ്പോൾ 2 കൊടുത്തു. അപ്പോൾ g of 3 കിട്ടി. g of 3 means 7. ഇനി അടുത്ത x ന് ഇവിടെ എത്താണ് x. ആ x ന് 2 കൊടുത്തപ്പോൾ ഇത് കിട്ടി. അടുത്ത x ന് 3 കൊടുക്കണം, 4 കൊടുക്കണം, 5 കൊടുക്കണം. 3 കൊടുത്തു, 4 കൊടുത്തു, 5 കൊടുത്തു. ഇതിനകത്ത് വരുന്നതെല്ലാം ആ ഫംഗ്ഷനാണ്. f(3), f(2), f(3), f(4), f(5) ആണ് കാണുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ വരും? g of 3, g of 4, g of 5, g of 5. ഇനി തിരിച്ച് കണ്ടുപിടിക്കണം. രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് f0 ചെയ്യാം. f0 ഞാൻ എളുപ്പത്തിന് വേണ്ടി f0 എന്ന് പറയുന്നുള്ളൂ. നിങ്ങൾ f0 എന്നല്ല പറയേണ്ടത്, f കോമ്പോസിഷൻ g. അപ്പോൾ f കോമ്പോസിഷൻ g കണ്ടുപിടിക്കുകയാണ്. f കോമ്പോസിഷൻ g നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? f കോമ്പോസിഷൻ g of x. That means f of gx. എല്ലാ x നും x വാല്യൂ എടുക്കാം. ആദ്യം f of എന്ത് കൊടുക്കാം? g2. ഇവിടെ g2 ഒന്നുമില്ല, നമുക്ക് നോക്കേണ്ടത് എന്താണ്? g3 g4 അല്ലേ ഉള്ളൂ. ആ വാല്യൂസ് മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. നമുക്ക് 3 കൊടുക്കണം, 3 കൊടുക്കണം. അപ്പോൾ ഇതാണ് x വാല്യൂസ്. 3 കൊടുക്കണം, 4 കൊടുക്കണം, 5 കൊടുക്കണം. തിരിച്ചിടുക. അപ്പോൾ 3 കൊടുക്കണം, പിന്നെ 4 കൊടുക്കണം, 5 കൊടുക്കണം, കൊടുത്ത് ചെയ്യണം. ഇത്രയാണ് കാര്യങ്ങൾ. പെട്ടെന്ന് ചെയ്യും. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കോമ്പോസിഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കാരണം ഇവിടെ x ന് കൊടുക്കേണ്ടത് ഈ വാല്യൂയിൽ കൊടുക്കേണ്ടത് ഈ വാല്യൂ. കാരണം എന്താണ്? g3 g4 g5 g9 ആണ്. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ ആദ്യം x ന് കൊടുത്തു. പിന്നെ അടുത്ത ഈ ഫംഗ്ഷൻ എന്താണ് നമ്മൾ
അപ്പോൾ ഇത് എക്സ് വാല്യൂ ഇത് കറസ്പോണ്ടിങ് വൈ വാല്യൂ. പിന്നെ വീണ്ടും അടുത്ത ഫംഗ്ഷൻ ഇത് എക്സ് വാല്യൂ ഇത് കറസ്പോണ്ടിങ് വൈ വാല്യൂ. അപ്പോൾ നമ്മുടെ കോമ്പോസിഷൻ അവസാനിച്ചു. അടുത്ത ഇൻവെർട്ടിബിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് കൊണ്ട് നമ്മൾ ചാപ്റ്റർ തീർക്കാൻ ശ്രമം. അടുത്ത 2 ക്ലാസ് ഉണ്ട്. അതായത് ഈ ഇൻവെർട്ടിബിൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ബൈനറി എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ 1 by 1 ആയി പഠിച്ചോണം. അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡൗട്ടായിട്ട് തോന്നും. പഠിച്ചു കഴിഞ്ഞാൽ ടെക്നിക്ക് മനസ്സിലായാൽ വളരെ സിമ്പിളാണ്. മറ്റ് ചാപ്റ്ററിനേക്കാൾ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ്. പക്ഷേ പഠിച്ചില്ലെങ്കിലോ ഏറ്റവും കട്ടിയെടുക്കുന്ന ചാപ്റ്ററാണ്. ദയവേത് പഴയ വീഡിയോകൾ കണ്ടതിന് ശേഷം ഇത് കാണാവൂ. അത് കണ്ട് മനസ്സിലാക്കി നോട്ട്സൊക്കെ നന്നായി എഴുതി മനസ്സിലാക്കി വെച്ച് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ചുമ്മാ ഒരു പ്രോബ്ലം എടുത്ത് നോക്കി മനസ്സിലാവില്ല. ഞാൻ ഇപ്പോൾ നമ്മൾ ആ ലെക്ചറിങ് കേട്ടാണെങ്കിൽ മാത്രമേ അത് ഐഡിയ കിട്ടുള്ളൂ. കാര്യം എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എഴുതി വെച്ചാൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് കേൾക്കുക. എങ്ങനെയാണ് 1 എന്താണ് 1 എപ്പോഴൊക്കെയാണ് 1 കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സ് സമയം എഫ് ഓഫ് എക്സ് അപ്ലൈ ചെയ്ത് 1 എന്ന് പറയുന്നത് എച്ച് എഫ് എസ് കോളമേയാണ്. അതെപ്പോഴാണ് എങ്ങനെയാണ് ഏത് സ്റ്റൈലാണ് ചെയ്യുന്നത്, എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ, എന്താണ് എങ്ങനെയാണ് ഫംഗ്ഷൻ ഇൻവേഴ്സ് പിടിക്കുന്നത്, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അങ്ങനെ കാര്യങ്ങൾ എല്ലാം ലെക്ചറിങ് ക്ലാസ് കിട്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കോഴ്സിൽ വെച്ചാൽ മനസ്സിലാവില്ല. ഇവിടെ വ്യക്തമായ ക്ലാസ്സുകളെല്ലാം കാണുക, മനസ്സിലാക്കുക. ഡൗട്ട്സുകളുണ്ടെങ്കിൽ കൃത്യമായി വിളിച്ച് ചോദിക്കാം. ഓക്കെ, ക്ലാസ് അവസാനിച്ചു.